പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പലരും നമ്മളോട് ചോദിച്ചൊരു കാര്യമാണ്, അളവ് ബ്ലൗസിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ അളവെടുത്ത് തയ്ക്കുന്നതെന്ന്. അളവ് ബ്ലൗസ് വെട്ടാൻ നേരം നമ്മൾ എങ്ങനെയാണ് അളവ് ബ്ലൗസിൽ നിന്നും നമ്മൾ അളവ് നോക്കുന്നത്, തെറ്റിപ്പോകാതെ വിധത്തിൽ അതിൻ്റെ ഇറക്കവും വണ്ണവും ഇല്ലേ, വണ്ണം പിടിച്ചുകൊണ്ട് ഈ തന്നിരിക്കുന്ന ആളുടെ ബോഡി വണ്ണം നോക്കി നമുക്ക് എന്ത് കംപ്ലൈൻ്റാണ് ഇതിൽ വന്നിരിക്കുന്നത്. ചിലർ കറക്റ്റായിട്ട് ബ്ലൗസ് കറക്റ്റാണ് എന്ന് പറയുന്നവർക്ക് നമ്മളൊന്നും ചെയ്യണ്ട. കറക്റ്റല്ല, ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്, ഷോൾഡർ ഊരിപ്പോന്നു, ഇല്ലേ കൈ ലൂസാണ്, കൈക്കുഴി ലൂസാണെന്നൊക്കെ പറഞ്ഞാൽ ഈ ബോഡി വണ്ണം എങ്ങനെ കണക്കാക്കാമെന്നും ആ ബോഡി വണ്ണം നോക്കി നമ്മൾ വരുത്തേണ്ട മാർഗ്ഗങ്ങൾ എങ്ങനെയാണെന്നും ഇതേപ്പറ്റിയൊക്കെ വിശദീകരിക്കുന്ന ഒരു വീഡിയോയാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങളെപ്പോഴും ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നമുക്ക് ഇതുപോലൊരു സാരി ബ്ലൗസ് കിട്ടുവാണ്, ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഈ ബ്ലൗസ് ഒരുപാട് ചുളിഞ്ഞതാണെങ്കിൽ ആ ബ്ലൗസിൻ്റെ തുണിക്കനുസരിച്ചുള്ള ചൂടിട്ട് അതൊന്ന് തേച്ച് ആദ്യം തന്നെ നോക്കണം. സ്ഥിരമായിട്ട് നമുക്ക് ബ്ലൗസ് തയ്ക്കാൻ തരുന്നവരാണെങ്കിൽ അവർക്കൊരു പേപ്പറിൻ്റെ സ്കെച്ച് എടുത്ത് വെച്ചാൽ എപ്പോഴും നമ്മൾ നോക്കി വെട്ടേണ്ട കാര്യമില്ല. പേരെഴുതി നമ്മൾ ന്യൂസ് പേപ്പറിൽ ഒരു സ്കെച്ച് എടുത്ത് വെച്ചാൽ അവരുടെ സ്കെച്ച് പിന്നീട് ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്യാനും പറ്റും. അപ്പം എപ്പോഴും ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഈ അളവ് ബ്ലൗസ് ഒരുപാട് ചുളിവുള്ളതാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ അകത്തൊരു മടി കാണിക്കല്ല, അത് നല്ല രീതിയിൽ തന്നെ അയൺ ചെയ്യണം. അയൺ ചെയ്തതിന് ശേഷം ആദ്യം നമ്മൾ ഈ ബ്ലൗസ് ഇങ്ങനെ തന്നെ നൂർത്തിട്ടിട്ട് ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തു നിന്ന് തന്നെ, ഏകദേശം ഷോൾഡറിൻ്റെ ഒരു നടുഭാഗത്തു നിന്ന് തന്നെ ഇതുപോലെ തന്നെ നമുക്ക് ലെങ്ത് പിടിക്കാം. ഇതുപോലെ തന്നെ ഈ ഷോൾഡറിൻ്റെ ഈ നടുഭാഗത്തു നിന്നും എത്രയാണ് ലെങ്ത് വന്നത്, ഒത്തിരി സൈഡിലേക്ക് പോകല്ല, ഷോൾഡറിൻ്റെ സെൻട്രലായാലും കുഴപ്പമില്ല, അങ്ങനെ തന്നെ വേണം നമ്മൾ ലെങ്ത് പിടിക്കാൻ. ചുളിഞ്ഞ ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ നോക്കിക്കോണം എവിടെയെങ്കിലും ചുളിഞ്ഞിരിപ്പുണ്ടോ എന്ന്. അത് നോക്കിയതിന് ശേഷം ഇങ്ങനെ ഇറക്കം നമുക്ക് ഇങ്ങനെ ഇറക്കാം. ഇതുപോലെ തന്നെ ഇറക്കം എടുക്കുക. കണ്ടോ, ഇങ്ങനെ നമുക്ക് 12 ഇഞ്ച് അല്ലെങ്കിൽ 12 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ബ്ലൗസിനും നിങ്ങൾ തന്നിരിക്കുന്ന പോലെ ഈ ഷോൾഡറിൻ്റെ സെൻട്രലിൽ നിന്നും ലെങ്ത് എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് വണ്ണമാണ്. വണ്ണം നമ്മൾ ഈ ഹുക്കിൻ്റെ ഈ പടി വിട്ടതിന് ശേഷം കണ്ടോ, ഈ ഹുക്കിൻ്റെ ഈ ഒരു പടി ഇത് നമ്മൾ മാറ്റിയിട്ട് ഇതിൻ്റെ ഈ ഒരു പടിയിൽ മാത്രം ഇവിടെ കൊണ്ടേ പിടിക്കാവുള്ളൂ. ടേപ്പ് മുട്ടിച്ച് പിടിക്കല്. ഇതിന് ഹുക്കിന് നമ്മൾ ഈ പടി തള്ളിയിട്ടിരിക്കുന്നത് ഇങ്ങനെ പടി വെച്ച് 2 സ്റ്റെപ്പായിട്ട് തന്നെ വണ്ണം പിടിക്കണം. ഇങ്ങനെ പിടിച്ച് കണ്ടോ, ഇങ്ങനെ പിടിച്ച് ഈ ഒരു കൈക്കുഴിയുടെ അവിടുന്ന് 1/2 ഇഞ്ച് താഴ്ത്തി ഇങ്ങനെ പിടിക്കണം വണ്ണം. ഇങ്ങനെ വണ്ണം പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് നിർത്തുക. ഈ 2 വിരലുകൊണ്ട് 2 കൈയുടെയും വിരലുകൊണ്ട് ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ട് പിടിച്ച് നിർത്തുക. 1/2 ഇഞ്ച് കൈക്കുഴി കൊണ്ട് താഴ്ത്ത്. എന്നിട്ട് ഈ ഒരു കൈ എടുത്ത് ഈ ഭാഗത്ത് ഇങ്ങനെ വെക്കണം. ഈ 9 ഇഞ്ച് കാണുന്നില്ലേ, ഈ ഒരു ഭാഗത്ത് നമ്മൾ പിടിച്ചതിന് ശേഷമുള്ളൂ ഈ കൈ എടുക്കാവുള്ളൂ. എന്നിട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ബാക്ക് പീസിൻ്റെ ജോയിൻറ്റിൻ്റെ അവിടെ കൃത്യമായിട്ട് എടുക്കണം. ഇതുണ്ടോ, ജോയിൻ്റെ അവിടെ കൃത്യമായിട്ട്. അപ്പം ഈ കൈ ഇങ്ങനെ നമ്മൾ പിടിച്ചിരിക്കുകയാണ്, ഇതിങ്ങനെയും പിടിച്ചിരിക്കുകയാണ്. കണ്ടോ, 2 ഇത് ബാക്ക് സൈഡിൽ. എന്നിട്ട് ഈ ഒരു കൈ ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ വെക്കണം. വെച്ചിട്ട് ഇതാ ഇങ്ങനെ പിടിക്കുക. അപ്പോൾ എത്ര ഇഞ്ചാണ് ഇതിൻ്റെ വണ്ണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. 33. അപ്പം ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ 33-ൽ നിന്നും 4 ഇഞ്ച് കുറച്ചാണ് നമ്മുടെ ബോഡി വണ്ണം. അപ്പം ഈ ബ്ലൗസ് തന്നിരിക്കുന്ന ആളുടെ ബോഡി വണ്ണം എന്ന് പറയുന്നത് 29 പ്രത്യേകം ഓർത്തോണം കേട്ടോ. അപ്പം ഇതുപോലെ തന്നെ വണ്ണം പിടിച്ചിട്ട് അതിൽ നിന്നും 4 ഇഞ്ച് മൈനസ് ചെയ്യുന്നതാണ് അവരുടെ തൊട്ട് മെഷർമെൻറ്റ്. അതായത് കൃത്യമായ ബോഡി വണ്ണം 29. അപ്പോൾ ഓരോരുത്തരുടെയും നിങ്ങൾ അങ്ങനെ തന്നെ കണക്ക് കൂട്ടുക. അപ്പം അത് കഴിഞ്ഞ് അടുത്തത് നമുക്ക് ഇടുപ്പ് വണ്ണം നോക്കണം. താഴെ ഇടുപ്പ് വണ്ണവും അതുപോലെ തന്നെ ഇതാ ഹുക്കിൻ്റെ ഈ സൈഡിൽ നിന്ന് തന്നെ ഇടുപ്പ് വണ്ണം നമുക്ക് പിടിക്കാം. പിടിച്ച് ഇങ്ങനെ തന്നെ പിടിക്കണം. അപ്പോൾ ചിലർ ഒരു ലെവൽ അല്ലെങ്കിൽ ഒരു പോയിൻ്റ് കയറ്റി പിടിച്ചാലും കുഴപ്പമില്ല, കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ നോക്കും. ഇങ്ങനെ പിടിച്ചിട്ട് ഈ ജോയിൻറ്റിലേക്ക് അടുത്ത് കൈ ഇങ്ങനെ എടുത്ത് വെച്ച് കറക്റ്റ് ഈ ബാക്ക് പീസ് വരെ ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ഇങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് ഇതാണ് 27.5 ഇഞ്ച്. ഇത് കൂട്ടരുത്, ഈ വെച്ചിരിക്കുന്ന ആ പടി കൂട്ടരുത്. 27.5 27.4 ഇഞ്ച് വെച്ച് വേണം നമ്മൾ പകുതി കണക്ക് കൂട്ടി നമ്മൾ ചെയ്യാൻ. അപ്പം അത് പ്രത്യേകം തന്നെ നിങ്ങൾ ഓർത്ത് വെക്കണം.
അതുപോലെ തന്നെ അതിന് നമ്മൾ ഇടുപ്പ് വണ്ണം നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഇട്ടാൽ മതി. ബോഡി വണ്ണം നമ്മൾ ഈ വണ്ണം കറക്റ്റാന്ന് പറഞ്ഞാൽ ഈ വണ്ണത്തിൽ തന്നെ ഇടണം. എങ്കിൽ തന്നെ നമുക്ക് ചില കണക്കുകൾ മാറ്റം വരുത്താൻ വേണ്ടി അളവ് ബ്ലൗസിൻ്റെ ബോഡി ലൂസ് അളന്നിട്ട് അതിൽ നിന്ന് 4 ഇഞ്ച് കുറച്ച് വേണം അവരുടെ തൊട്ടുവണ്ണം മെഷർമെൻറ്റ് നമ്മൾ അളക്കാൻ. ഇനി നമുക്കുള്ളത് കൈനീളമാണ്. കൈനീളം നമ്മൾ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ തന്നെ ഇടുക കൈവണ്ണം. എന്നിട്ട് ഇതിങ്ങനെ തന്നെ അളക്കണം, ഇങ്ങനെ തന്നെ അളക്കണം. അപ്പോൾ എത്ര ഇഞ്ചുണ്ട്? 7.5 ഇഞ്ചുണ്ട്. കൃത്യം ഇങ്ങനെ തന്നെ നമ്മൾ അളന്ന് നോക്കണം. അതിൻ്റെ അകത്ത് ഒരു ഇതും കാണിക്കല്. വെട്ടാൻ നേരവും നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണം. പിന്നെ കൈയുടെ ലൂസ് എടുക്കുമ്പം എപ്പോഴും ഈ ജോയിൻ്റ് സെൻട്രലാക്കി പിടിക്കണം. ഇതുണ്ട് ഇങ്ങനെ, എങ്കിൽ നമുക്ക് കൃത്യമായ വണ്ണം തന്നെ കിട്ടും. കറക്റ്റ് ഈ ജോയിൻ്റ് സെൻട്രലാക്കി ഇങ്ങനെ ടേപ്പ് കൊണ്ട് പിടിച്ചാൽ കൃത്യമായിട്ട് തന്നെ നമുക്ക് വണ്ണം സാരി ബ്ലൗസിൻ്റെ എപ്പോഴും ഈ കൈവണ്ണത്തിൻ്റെ ജോയിൻ്റ് സെൻട്രലാക്കി വേണം വണ്ണം എടുക്കാൻ. എന്നിട്ട് നമ്മൾ തിരിച്ചിട്ടിട്ട് കൂട്ടാൻ നേരം ഇതെങ്ങനെ മറിച്ചെടുക്കുക. മറിച്ചെടുത്തിട്ട് കൂട്ടാൻ നേരം നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി. അപ്പം അതിനകത്ത് എന്ത് വ്യത്യാസം ഉണ്ടെങ്കിലും നമുക്ക് അറിയാൻ പറ്റും. ഇനി കൈവണ്ണം മാർക്ക് ചെയ്യാൻ നേരവും നമുക്ക് ഇങ്ങനെ ഇട്ട് കൃത്യമായി തന്നെ കൈവണ്ണം എത്രയാണോ ഇങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പം അത് എഴുതി വെക്കണം തിരിച്ചിട്ട്. രണ്ടാമതുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഈ കൈക്കുഴി താത്തതിൻ്റെ ഇവിടുത്തെ ജോയിൻ്റ് എത്രയെന്ന് നോക്കണം ആദ്യം. ഈ ജോയിൻറ്റിൽ നിന്ന് ഇവിടെ എത്ര ഇഞ്ച് വണ്ണം വന്നിട്ടുണ്ട്? 11. അതും നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടി വെക്കണം. നമ്മൾ വെട്ടാൻ നേരം കൈയിട്ട് വെട്ടുമ്പോൾ അതൊന്ന് അളന്ന് നോക്കണം. പിന്നെ നമ്മൾ ഈ കൈ നീളത്തിൽ നിന്നും 7.5 ഇഞ്ചാണ്. 7.5യിൽ നിന്നും ഈ ഒരു കൈ ലൂസ് എത്രയാണോ അത് മൈനസ് ചെയ്താൽ നമ്മൾ എത്ര ഷേപ്പാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നതെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഒരിക്കൽ കൂടി ഞാനൊന്ന് പറഞ്ഞു തരാം. ഈ കൈ നീളം മൊത്തം എടുക്കുന്നു 7.5 എടുത്തു. എന്നിട്ട് ഈ ജോയിൻ്റ് വശത്തെ എത്രയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കണം. ഇത്രയാണ് 4.5. അപ്പം നമ്മൾ എത്രയാണ് 3 ഇഞ്ച് ഈ കൈ ലൂസിന് നമ്മൾ തീർന്ന് കിട്ടുന്ന പോലെ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ആ കാര്യവും പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്യാൻ നേരം അതുപോലെ തന്നെ ചെയ്യുക. പിന്നെ നമ്മൾ വരുന്നത് മെയിൻ ഡാട്ട്. നെക്കിൻ്റെ അവിടുന്ന് 1/2 ഇഞ്ച് മാറ്റി ഇങ്ങനെ നമ്മൾ ടേപ്പ് വെച്ചിട്ട് ഒരുപാട് വലിക്കരുത്. വലിച്ചാൽ അത് ഇച്ചിരി ഡാട്ടിൻ്റെ ഭാഗം എന്തായാലും ചെറിയൊരു ക്രോസേ വരുള്ളൂ. എത്ര ഇഞ്ചാണ് നമ്മൾ മെയിൻ ഡാട്ടിന് കൊടുത്തിരിക്കുന്ന ഇറക്കമെന്ന് ഇങ്ങനെ നോക്കണം. ഇപ്പോൾ എത്ര വന്നിട്ടുണ്ട്? നമ്മൾ വന്നിരിക്കുന്നത് 8.25 ഇഞ്ച്. ഇങ്ങനെ തയ്യലെത്തുമ്പോൾ അതിൻ്റെ മേളിലോട്ട് തള്ളണം. ഇങ്ങനെ തന്നെ പിടിച്ച് നോക്കണം. കണ്ടോ? ഷോൾഡറിൻ്റെ ഇവിടുന്ന് നെക്കിൻ്റെ അവിടുന്ന് 1/2 ഇഞ്ച് മാറ്റി ഇങ്ങനെ നോക്കണം. ഇപ്പോൾ തീർത്ത് 8.5 8.25 താഴ്ച വന്നിട്ടുണ്ട്. പിന്നെ മെയിൻ ഡാട്ടിൻ്റെ വിത്ത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ നോക്കിയാൽ കൃത്യമായി തന്നെ എത്ര ഉള്ളു കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. ഇതിന് കൊടുത്തിരിക്കുന്നത് 3 ഇഞ്ചാണ്. 1.5 വീതം 3 ഇഞ്ച്. ഇങ്ങനെ നോക്കിയാലും കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളു കൊടുത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാകാൻ പറ്റും. പിന്നെ കൈക്കുഴിയുടെ അളവൊക്കെ നിൽക്കി നോക്കണമെങ്കിൽ കൈ ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെക്ക് ചെയ്ത് നമുക്ക് കൈക്കുഴി എത്ര കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് കൈക്കുഴിയുടെ ഭാഗത്ത് ഈ അളവ് ബ്ലൗസ് വെച്ച് വേണേലും മാർക്ക് ചെയ്യാം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫ്രണ്ട് നെക്ക്. ഫ്രണ്ട് നെക്ക് എല്ലാവർക്കും തെറ്റിപ്പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഫ്രണ്ട് നെക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബ്ലൗസ് ഇങ്ങനെ തന്നെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഇതിങ്ങനൊരു സ്കെയില് ഒരു 4 ഇഞ്ച് താത്തിട്ട് ഇതുപോലൊരു സ്കെയില് വെക്കുക. സ്കെയില് വെച്ചാൽ കൃത്യമായി തന്നെ നിങ്ങൾക്ക് ഫ്രണ്ട് നെക്കിൻ്റെ അളവ് ഇങ്ങനെ തന്നെ നോക്കാൻ പറ്റും. ഇങ്ങനെ തന്നെ അളവ് നോക്കിയെടുക്കാൻ പറ്റും. എത്ര ഇഞ്ചാണ് താത്തിരിക്കുന്നത്? 5.5 ഇഞ്ചാണ് തീർന്ന് കിട്ടേണ്ട അളവ്. അപ്പോൾ നമുക്ക് സ്കെയിൽ ഇങ്ങനെ കൃത്യമായി വെച്ചിട്ട് അതിൻ്റെ അടിയിൽ നിന്നും നമുക്ക് പിടിച്ചാൽ ടേപ്പ് കൃത്യമായിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ അളവും നമുക്ക് കിട്ടും. ഇനി അതുകൂടാതെ ബാക്ക് നെക്കാണ്. നേരെ ബ്ലൗസ് ഇങ്ങനെ തിരിച്ച് വെക്കുക. ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട്
നെക്കിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു സ്കെയിൽ വെക്കുന്നു. സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയാൽ ബാക്ക് നെക്ക് നമുക്ക് 5.5 ഇഞ്ചോളം ഇറക്കിയിട്ടുണ്ട്. അതും കൃത്യമായി തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ഈ വക രീതിയിൽ അളവ് ബ്ലൗസ് കിട്ടുമ്പോൾ എടുത്ത് നിങ്ങളെല്ലാവരും തയ്ക്കുക. എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു.